ഉമർ റളിയല്ലാഹു തആല അൻഹു ആ കാലഘട്ടത്തിലെ ധനികനായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനോട് പണം ആവശ്യപ്പെട്ടു. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ എന്നോട് പണം ആവശ്യപ്പെടുകയാണോ? കടമായിട്ട് പണം ആവശ്യപ്പെടുകയാണോ? നിങ്ങളെടുത്തല്ലേ രാഷ്ട്രത്തിന്റെ ട്രഷറി, നിങ്ങൾക്ക് അതിൽ നിന്നെടുത്ത് നിങ്ങളെടുത്ത് പണമുള്ളപ്പോൾ അവർക്ക് തിരിച്ചു കൊടുത്താൽ പോരെ? അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാനൊരു പക്ഷേ മരിച്ചേക്കാം, താങ്കളും മറ്റുള്ളവരൊക്കെ പറയും ഉത്റുക്കു ഹാദാ ലി അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീന്റെ ആ കടമങ്ങ് എഴുതി തള്ളിയേക്കൂ, ഹത്താ യുഖദ മിൻ മീസാനി യൗമൽ ഖിയാമ, ഞാൻ മരണപ്പെട്ടതിന് ശേഷം ബൈത്തുൽ മാലിൽ നിന്ന്, രാജ്യത്തിന്റെ ധനത്തിൽ നിന്ന് ഞാൻ എടുത്ത കടം നിങ്ങൾ എഴുതി തള്ളുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളാണ് അത് മുഖേന കുറഞ്ഞു പോവുക. എന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, താങ്കൾ കുറച്ചൊരു പിശുക്കനാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ വഫാത്തായാൽ താങ്കളേക്കെന്നാണ് ഞാൻ പണം വാങ്ങിയത് എങ്കിൽ താങ്കൾ തീർച്ചയായിട്ടും എൻ്റെ അനന്തരാവകാശികളുടെ അടുത്തെത്തുകയും ആ പണം ആവശ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നാളെ മാശറ ലോകത്ത് വെച്ച് എൻ്റെ പ്രതിഫലം ഒട്ടും കുറയുകയില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു.